മോസ്റ്റ് എൻത്യൂസിയാസ്റ്റിക് മോസ്റ്റ് ഡിസൈറബിൾ ഹാച്ച്ബാക്ക് എന്ന ചോദ്യത്തിന് ഇന്ത്യൻ വാഹന പ്രേമികൾക്ക് ഒരേ ഒരു ഉത്തരമേ ഒരു കാലത്തുണ്ടായിരുന്നു, ഫോക്സ് വാഗൺ പോളോ. സോ ഫോക്സ് വാഗൺ പോളോ നിർത്തലാക്കിയപ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അവിടേക്കാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യൻ മെയ്ഡ് സ്പെഷ്യൽ പ്ലാറ്റ്ഫോമിൽ, അതായത് MQB A0iNൽ ഫോക്സ് വാഗൺ ടൈഗൺ എത്തുന്നത്. അതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന കോമ്പാക്ട് SUV സെഗ്മെന്റ്. സോ നമുക്കിന്ന് ഫോക്സ് വാഗൺ ടൈഗണിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ടിപ്പിക്കൽ ഫോക്സ് വാഗൺ ഡിസൈൻ ലാംഗ്വേജ് ആണ് ഫോക്സ് വാഗൺ എന്ന് കൊടുത്തിരിക്കുന്നത്. എലഗൻറ്റ്, ക്ലാസി, ടൈംലെസ് ഡിസൈൻ, നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള എന്നാൽ ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഒരു ഡിസൈൻ. SUVക്ക് ചേരുന്ന തരത്തിലുള്ള ലാർജ് ഹെഡ്ലൈറ്റ്സ്, ലാർജ് ഫോഗ് ലാംപ്സ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ DRLs പറയുമ്പോൾ ഹയർ വേരിയൻസിന് ഇതിന് ഹെഡ്ലൈറ്റ്സിന് മേളിലായിട്ടും ലോവർ വേരിയൻസിന് ഇവിടെ ഒരു LED സ്ട്രിപ്പ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇന്ത്യൻസിന് വേണ്ടി ഒരു ഹെവിലി ക്രോം ഗാർണിഷ്ഡ് ആയിട്ടാണ് ഇത് വണ്ടി ഇവിടെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിന് മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ്. ചിലവർക്ക് ഇത്രയും അധികം ക്രോം താല്പര്യപ്പെടുന്നില്ല, അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ GT സ്പോർട്ട് വേരിയൻസിലോട്ട് വരുമ്പോൾ ഇത് ക്രോമിന് പകരം ബ്ലാക്ക് ഔട്ട് ഫിനിഷും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, ഫ്രണ്ട് ഡിസൈൻ. സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ഒരു SUV ബോക്സി ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഫോക്സ് വാഗണിൽ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ബോഡി ലൈൻസ്, അതുപോലെ ഒരു ഗ്ലാസ് ഹൗസ്, ടേപ്പറിംഗ് റൂഫ് ലൈൻ, ഇതൊക്കെ വരുമ്പോൾ ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ സ്റ്റൈൽ നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സിസ്റ്റം മോഡലായ കുഷാക്കുമായിട്ട് ഏറ്റവും സാമ്യം തോന്നുന്നത് ഈ സൈഡ് പ്രൊഫൈലാണ്. ബിക്കോസ് അതിന് കാരണമുണ്ട്. അത് രണ്ടിലും യൂസ് ചെയ്തിരിക്കുന്നത് സെയിം ഡോർ പാനൽസ്, മിറേഴ്സ്, ഫെൻഡേഴ്സ്, ബോഡി ക്ലാഡിങ് ഒക്കെ രണ്ടിലും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിമിലാരിറ്റി നമുക്കിവിടെ കാണാം. പിന്നെ ഈ മോഡലിൽ 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഉള്ളത്. ഹയർ ഓപ്ഷൻസിൽ 17 ഇഞ്ച് അലോയ് വീൽസ് ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 185 mm ആണ്. സോ അത് അത്യാവശ്യം നല്ല ഒരു SUVക്ക് ചേരുന്ന തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുക്കുന്നത്. പിന്നെ വീൽ ബേസ് എന്ന് പറയുന്നത് 2651 mm ആണ്. സോ ഇതൊക്കെയാണ് സൈഡ് പ്രൊഫൈലിൻ്റെ ഒരു പ്രത്യേകത. ഫോക്സ് വാഗൺ ടൈഗൺ ആവുന്ന ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് വളരെ ദൂരത്ത് നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ എലമെൻ്റ് എന്ന് പറയുന്നത് ഈ വലിയ കണക്റ്റഡ് ടൈലൈറ്റ്സ് ആണ്. സോ ഇന്ന് എല്ലാ വണ്ടിക്കും ഈ ഒരു കണക്റ്റഡ് ടൈലൈറ്റ്സ് ഉണ്ടെങ്കിലും ഫോക്സ് വാഗൻ്റെ ടൈഗണിൻ്റെത് അതൊരു ടോക്കിംഗ് പോയിന്റ് തന്നെയാണെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ പോലെ തന്നെ ക്രോം ഗാർണിഷ് ഉണ്ട് ആൻഡ് ടൈഗൺ ബാഡ്ജിങ്. പിന്നെ റിയർ സ്പോയിലർ ഉണ്ട്, ഒരു ചെറിയ റിയർ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഒരു ടോപ്പ് മൗണ്ടഡ് ബ്രേക്ക് ലൈറ്റ്സ് ഉണ്ട്, റിയർ വൈപ്പേഴ്സ് ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് ബാക്ക് സൈഡിലെ ഡിസൈൻ എലമെൻറ്റ്സ്. ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഒരു 385 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വൈഡ് ആൻഡ് വിഡ്ത്ത് ഉള്ള ഒരു ബൂട്ട് സ്പേസ് ആണ്. അപ്പോൾ ലാർജ് ബോക്സസും ബാഗ്സും ഒക്കെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. പിന്നെ ചെറിയൊരു ഇതുണ്ട്, ഡെപ്ത് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വെയിറ്റുള്ള ബാഗ്സ് ഒക്കെ ആണെങ്കിൽ എടുക്കാൻ ഇച്ചിരി ഒരു പ്രയാസമായിരിക്കും. എങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ലോങ് ഡ്രൈവ്സിന്, ഒരു 1 വീക്കെൻഡ് ഡ്രൈവിനൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് വേണ്ട ബാഗേജ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർസ് വളരെ വൈഡ് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറാനും ഇറങ്ങാനും വളരെ ഈസിയാണ്. പിന്നെ ഡോർ അടയ്ക്കുമ്പോഴുള്ള ആ ഒരു തഡ് നമുക്ക് ജർമ്മൻ ക്വാളിറ്റിയിലും ഫോക്സ് വാഗൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലുമുള്ള നമുക്കൊരു റീഅഷുറൻസ് ആണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. നല്ല ഫുഡ് സ്പേസ് ഉണ്ട്. അതുപോലെ നീ റൂം ആണെങ്കിലും ഹെഡ് റൂം ആണെങ്കിലും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. പിന്നെ ഷോൾഡർ വിഡ്ത്ത് ആണെങ്കിലും അത്യാവശ്യം 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഡ്ത്തുണ്ട് വണ്ടിക്ക്. പിന്നെ നമ്മൾ 2 പേരെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പുറകിൽ ആംബ്രസ്റ്റും റിയർ ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. സോ നമുക്കൊരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ AC വെൻസും ഇവിടെ ആണെങ്കിൽ കപ്പ് ഹോൾഡേഴ്സും പിന്നെ ഡോർ പോക്കറ്റ്സും അങ്ങനെയുള്ള സ്റ്റോറേജ് സ്പേസസും ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാർജിങ് പോർട്സും ഉണ്ട്. ഡാഷ്ബോർഡ് ഡിസൈൻ നമ്മൾ പറഞ്ഞത് എക്സ്റ്റീരിയറിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു എലഗൻറ്റ്, ക്ലാസി, ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ സ്റ്റൈലാണ്. ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ വളരെ നീറ്റായിട്ട് ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ പ്ലാസ്റ്റിക്സ് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഗുഡ് ക്വാളിറ്റിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ആൻഡ് അത് കാഴ്ചയിലും യൂസ് ചെയ്യാനും ഗംഭീരമാണ്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എന്ന് പറയുന്നത് വളരെ ഗുഡ് ക്വാളിറ്റി ബട്ടൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
പിന്നെ വരുന്നത് ഒരു ഈ മോഡലിൽ വരുന്നത് അനലോഗ് കൺസോളാണ്. അതിൻ്റെ നടുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒരു സെൻട്രൽ കൺസോൾ, ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഹയർ വേരിയൻസിൽ അത് ഡിജിറ്റൽ ക്ലസ്റ്ററാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അനലോഗ് ക്ലസ്റ്ററാണ് ഒന്നും കൂടി മികച്ചത്. ആൻഡ് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഡീറ്റെയിൽസും ആ സെൻട്രൽ ചെറിയ ഡിസ്പ്ലേയിലും കൊടുത്തിട്ടുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്നത് വളരെ ക്രിസ്പ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം, അതിൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വയർലെസ് ആയിട്ടുള്ള ആപ്പിൾ കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. സോ യൂസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. താഴോട്ട് വരുമ്പോഴായിട്ട് AC കൺട്രോൾസ്, HVAC കൺട്രോൾസ് എന്ന് പറയുന്നത് ടച്ചാണ്, ടച്ച് സെൻസിറ്റീവ് ആണ്. നമുക്ക് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒന്നുമില്ല, പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഡിസ്ട്രാക്റ്റ് ആകാതെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു സ്പെഷ്യൽ ഫീച്ചർ പറയാനുള്ളത് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനുള്ള ഒരു വാലറ്റ് മോഡാണ്. നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പോകുമ്പോൾ, മാൾസിലൊക്കെ പോകുമ്പോൾ നമുക്ക് വാലറ്റ് പാർക്കിങ്ങിന് കൊടുക്കണമെങ്കിൽ ഈ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ പിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എങ്ങനെയൊക്കെ വണ്ടി യൂസ് ചെയ്തു, എത്ര ഡിസ്റ്റൻസ് ഓടി, എത്ര സ്പീഡിൽ ഓടി, ഏതൊക്കെ ഡോർ ഓപ്പൺ ചെയ്തു, അങ്ങനെയുള്ള അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ തന്നെ കിട്ടും. സോ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാലറ്റ് പാർക്കിങ്ങിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ താഴോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചാർജിങ് ഓപ്ഷൻസ്, ബാക്ക് സൈഡിൽ പറഞ്ഞ പോലെ ചാർജിങ് ഓപ്ഷൻസ് ധാരാളം തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ടൈപ്പ് C പോർട്സ് ഉണ്ട് ആൻഡ് വയർലെസ് ചാർജിങ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ഫോൺ വെക്കാനും അല്ലെങ്കിൽ കീ ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചെറിയ സ്പേസ് ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ആം റെസ്റ്റിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ ബാക്ക് സൈഡിലെ പോലെ തന്നെ ഫ്രണ്ട് ഡോർ പോക്കറ്റ്സ് ഉണ്ട്. നല്ല ഒരു അത്യാവശ്യം വലിയ ഡാഷ്ബോർഡ്, ഗ്ലോ ബോക്സ് ഉണ്ട്. ഇത്രയൊക്കെയാണ് സ്റ്റോറേജ് ഏരിയ വരുന്നത്. റിയർ ക്യാമറയുടെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുറച്ചും കൂടി റെസൊല്യൂഷൻ ആകാം എന്ന് നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷേ എല്ലാം ക്ലിയർ ആയിട്ടൊക്കെ കാണാൻ സാധിക്കും. 360 ഡിഗ്രി ക്യാമറ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഇതിലില്ല. ഇനി ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പക്ഷേ ലെവൽ 2 ADAS, അതേപോലെ കുറച്ചും കൂടി 360 ഡിഗ്രി ക്യാമറ അങ്ങനെയൊക്കെ വരുമെന്നാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ലഭ്യമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്യാമറയുടെ റിയർ ക്യാമറ വിസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സെൻസേഴ്സ് ഒക്കെ എല്ലാ സൈഡിലും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒന്നും നമുക്കത്ര ഹാസലായിട്ടുള്ള കാര്യമുണ്ട്. സോ Volkswagen വണ്ടിയിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആണ് എൻജിൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കയ്യിലുള്ളത് 1 ലിറ്റർ TSI ടർബോ ചാർജർ സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊരു 114 bhp at around 5000 to 5000 RPM വരും ആൻഡ് 178 Newton meters of torque. അതാണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആൻഡ് 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിഫൈൻമെൻറ്റ് വളരെ മികച്ചതാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് 2 ഗിയർ ഓപ്ഷൻസ് ആണ്, 6 സ്പീഡ് മാനുവൽ ആൻഡ് 6 സ്പീഡ് ഓട്ടോമാറ്റിക്. നമ്മുടെ കയ്യിലുള്ളത് ഓട്ടോമാറ്റിക് ഗിയർ ഓപ്ഷൻസ് ആണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് ഈ Volkswagen കൊടുത്തിരിക്കുന്നത്. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റ്സ് ആണ് വണ്ടിക്കുള്ളത്. നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ ക്വിക്ക് ഗിയർ ഷിഫ്റ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ സിറ്റി ഡ്രൈവിംഗൊക്കെ വളരെ മികച്ച രീതിയിൽ ഈസിലി നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഒട്ടും ടയേർഡ്നെസ് കൂടാതെ വണ്ടി ഓടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഹൈവേയിലൊക്കെ നമുക്ക് പോകുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഓവർടേക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വേണമെന്ന് വെച്ചാൽ 2 ഗിയേഴ്സൊക്കെ വളരെ ക്വിക്കായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോകാൻ വണ്ടി ചെയ്യും. പിന്നെ അതേപോലെ തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വണ്ടി ഓടിക്കാനും അതിൻ്റെ ദാറ്റ് ആഡ്സ് ടു ദ ഫൺ എലമെൻറ്റ് ഓഫ് ദി ഡ്രൈവിംഗ്. സ്മൂത്ത് ആയിട്ടുള്ള NVH ലെവലൊക്കെ വളരെ മികച്ചതായിട്ടുള്ള ഒരു വണ്ടിയാണ്. അതായത് റോഡ് നോയ്സ് ഒന്നും നമുക്ക് അധികം വണ്ടിക്കകത്ത് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ. ആൻഡ് കുഷാക്കിലുള്ളതുപോലെ ഡ്രൈവ് മോഡ്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. എങ്കിൽ തന്നെയും വണ്ടി നമുക്ക് ഏതൊരു സിറ്റുവേഷനിൽ നമ്മൾ ഓടിക്കുന്നതനുസരിച്ച് വണ്ടി അത് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ നല്ല ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആൻഡ് ഹാൻഡ്ലിംഗ് ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. കോർണേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ചെറിയ തരത്തിലുള്ള ഒരു ബോഡി റോളൊക്കെ ഉണ്ട് എങ്കിലും സ്റ്റിൽ ഇറ്റ് ഈസ് വെരി ഗുഡ് ഇൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്.
വിസിബിലിറ്റിയുടെ കാര്യം പറയുവാണെങ്കിലും വളരെ നല്ലൊരു വിസിബിലിറ്റിയാണ് നമുക്ക് വണ്ടിയിലുള്ളത്. ഒരു SUV ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഹയറപ്പാണ് ഇരിക്കുന്നത്. അതേപോലെ ബിഗ് സൈഡ് മിറേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് വ്യൂ ആണെങ്കിലും പിന്നെ വിൻഡ് സ്ക്രീൻ നല്ല വൈഡ് ആയുള്ള വിൻഡ് സ്ക്രീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു വിസിബിലിറ്റി ഫുൾ സൈഡ് നമുക്ക് രണ്ട് സൈഡിലും നല്ല വ്യക്തമായിട്ട് കാണാവുന്ന വിസിബിലിറ്റിയാണ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സീറ്റ് ആണെങ്കിലും പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സീറ്റിംഗ് പൊസിഷൻ കണ്ടുപിടിക്കാനും നല്ല രീതിയിൽ സാധിക്കും. പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും റീച്ച് ഉണ്ട്, അതുപോലെ റാക്ക് ഉണ്ട്. രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും സ്റ്റിയറിംഗിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടുപിടിക്കാൻ ഒട്ടും തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതേപോലെ സീറ്റിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. സീറ്റ് ഒപ്റ്റിമം ആയിട്ടുള്ളൊരു സോഫ്റ്റ്നെസ് ആണ്. ഒരുപാട് ഹാർഡല്ല, ഒരുപാട് സോഫ്റ്റും അല്ല. സോ നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് ഈ സീറ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ ഫാബ്രിക്കാണ്, ഹയർ ഓപ്ഷൻസിൽ ലെതർ സീറ്റ്സും വരുന്നുണ്ട്. എങ്കിലും ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്ന ഒരു കംഫർട്ടബിൾ സീറ്റിംഗ് ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഓണറായ നീരജ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പം നീരജിനോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം വണ്ടിയുടെ കൂടുതൽ വിശേഷം. ഹായ് നീരജ്, വെൽക്കം ടു അവർ ചാനൽ. സോ നമ്മൾ കുറേ നാളായി, 1 വർഷത്തോളമായി ഈ വണ്ടി യൂസ് ചെയ്യുന്നു. സോ വണ്ടിയുടെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഒന്ന് പറയാമോ? പ്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബിൽഡ് ക്വാളിറ്റിയാണ്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഓവറോൾ സ്ട്രെങ്ത് ഓഫ് ദ കാർ മാത്രമല്ല, ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് നോക്കുകയാണെങ്കിലും ടൈമും നല്ല ചോയ്സാണ്. മാരുതിയുടെ കാറാണ് ഇതിന് മുന്നേ യൂസ് ചെയ്യുന്നത്. മാരുതിയിൽ നിന്ന് ഫോക്സ് വാഗണിലേക്ക് വരുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നിട്ട് ഡോർ അടയ്ക്കുമ്പോൾ തന്നെ ആ ഒരു സെൻസ് ഓഫ് കോൺഫിഡൻസ്, അതൊരു മാസീവ് ഡിഫറൻസ് ആണ്. നമ്മളും അത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓട്ടോമാറ്റിക് മേടിക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒത്തിരി ട്രാൻസ്മിഷൻസ് അവൈലബിൾ ആണ്. AMT അവൈലബിൾ ആണ്, അതുപോലെ DSG അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ടോർക്ക് കൺവെർട്ടർ അവൈലബിൾ ആണ്, CVT അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് AMTയുടെ പ്രശ്നം എന്ന് വെച്ചാൽ മാരുതിയാണ് AMT എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിനൊന്നും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ട്രാൻസ്മിഷൻ അല്ല ഈ AMT. മാനുവലിൻ്റെ തന്നെ ഒരു ഹയർ വേരിയൻറ്റ്. അതല്ലേ, ജസ്റ്റ് ആക്ച്വേറ്റേഴ്സും സെൻസേഴ്സും വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള. അപ്പോൾ അത് നമുക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെടില്ല. അത് നമുക്ക് വന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും ആൾക്കാർക്ക് ഒരു പ്രിനോഷനുണ്ട്. കാര്യം ഈ AMT അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അത്ര കണ്ട ഒരു എന്തൂസിയാസ്റ്റിന് പറ്റിയ കാറല്ല എന്ന് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഓൺ കോൺട്രറി ഇപ്പോൾ നമ്മൾ US നോക്കുകയാണെങ്കിൽ 50 to 60% ഓഫ് മാർക്കറ്റ് ഷെയറും ടോർക്ക് കൺവെർട്ടർ കാറുകളാണ്. അതുപോലെ തന്നെ 20 to 30% CVT കാറുകളാണ്. അപ്പോൾ ഞങ്ങൾ CVTയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ഗിയർ റേഷ്യോസിൽ ഒരു വൈബ്രേഷൻ പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് വലിയ ഹോണ്ട പോലുള്ള മേക്കേഴ്സിൻ്റെ ഒന്നും വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പം എന്നാലും CVT വേണ്ടാന്ന് കരുതി. പിന്നെ DSG ആണെങ്കിൽ മെയിൻ്റെനൻസ് ഓൾവേസിൻ്റെ ഹയർ സൈഡ്. അപ്പോൾ DSG വേണ്ടാന്ന് വിചാരിച്ചു. DSG എന്ന് വെച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും. DSG വേണ്ടാന്ന് കരുതി. പിന്നെ ടോർക്ക് കൺവെർട്ടർ, ഇപ്പോൾ ഇന്നോവ ക്രിസ്റ്റ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ടോർക്ക് കൺവെർട്ടർ. പിന്നെ ടോർക്ക് കൺവെർട്ടർ സ്കോഡ ഫോക്സ് വാഗൺ മിക്ക വണ്ടിയിലും ടോർക്ക് കൺവെർട്ടർ. അപ്പോൾ ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സിലേക്ക് പോകാൻ കരുതി. അപ്പോൾ ഇതിന് വേറൊരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് മോഡ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതിന് പാഡൽ ഷിഫ്റ്റേഴ്സും കൂടി ഉണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പണ്ടത്തെ AMT കാറൊക്കെ നമ്മൾ യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടും സ്കെപ്റ്റിക്കായിരിക്കും നമ്മൾ. ഈ ഓവർടേക്ക് ചെയ്ത് കയറുമോ ഇല്ലയോ എന്നുള്ളൊരു ഇത് നമുക്ക് അങ്ങനെ ഒരു പേടിയേ വേണ്ട. ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഗിയർ പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഡൗൺ ചെയ്തിട്ട് കാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ സഡൻ റഷ് ഓഫ് പവറാണ്, നമുക്ക് പെട്ടെന്ന് പവർ കിട്ടും. അപ്പോൾ ഒരു ഒട്ടും എന്താ പറയുക, പേടിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട ഒരു കാര്യം ഈ വണ്ടിക്ക് കോൺഫിഡൻസ് നമുക്ക് ഡ്രൈവിംഗിൽ. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഫോക്സ് വാഗണിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഡിസൈൻ എലമെൻ്റ് ആണ്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ടൈംലെസ് ഡിസൈൻ ആയിട്ടാണ്. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ 2010 പോളോ ഇറങ്ങിയിട്ട് ഇത്ര നാൾ കഴിഞ്ഞിട്ടും പോളോയ്ക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്. അതുപോലെ തന്നെ ഹാച്ച് ബാക്കിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഓറയാണ് പോളോയ്ക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു 2030 ആയാലും ഈ ഒരു ഡിസൈൻ അതിൻ്റെതായ റെലവൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ മേക്കേഴ്സിൻ്റെ പോലെ റിലീജിയസ് ആയിട്ട് ഓരോ വർഷവും ഫേസ് ലിഫ്റ്റ് ഇറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി ഔട്ട്ഡേറ്റഡ് ആവുമെന്നൊരു ചിന്താഗതി നമുക്കില്ല. അതാണ് ലാസ്റ്റ് പോയിന്റ്. ഇനി കോൺസിനെ പറ്റി പറയുകയാണെങ്കിൽ പലരും പറയും ഇതിൻ്റെ മെയിൻ്റനൻസ് ഈസ് ഓൾവേസ് അറ്റ് ഹയർ സൈഡ്. പക്ഷേ എനിക്ക് അത് തോന്നിയിട്ടില്ല. കാരണം ഞാനിൻ്റെ പാക്കേജ് എടുത്തിട്ടുണ്ട്. 35,000 ഒരു 4 year പാക്കേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കൺസ്യൂമബിൾസും എല്ലാ കാര്യങ്ങളും ലേബറും എല്ലാം ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ ആസ് എനിക്ക് ചാർജ് ഒന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ഇയർ സർവീസ് കഴിഞ്ഞു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കോൺസ് എന്ന് പറയാനായിട്ട് മാരുതിനെ പോലെ ഒത്തിരി ഡീലേഴ്സ് ഇല്ല. ഇപ്പം മാരുതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് സായി സർവീസ് ഉണ്ട്, ഹെർക്കുലീസ് ഉണ്ട്, BRD ഉണ്ട്, ഇൻഡസ് ഉണ്ട്, പോപ്പുലർ ഉണ്ട്, ഒത്തിരി പേരുണ്ട്.
നമുക്കൊരു വണ്ടി മേടിക്കണമെങ്കിൽ തന്നെ പലയിടത്തുനിന്ന് കോട്ട് എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കുറച്ച് ആരാണോ പറയുന്നത് അവിടെ പിച്ച് ചെയ്താൽ മതി. പക്ഷേ ഈ നമ്മുടെ ഫോക്സ്വാഗനെ സംബന്ധിച്ച് ഒരു മോണോപോളി EVM തന്നെയാണ് കൂടുതലും. തൃശ്ശൂർ സൈഡിൽ ഫീനിക്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഗുഡ് തിങ് ഇസ് ദാറ്റ് അവർ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സായിട്ടൊക്കെ അടിപൊളിയാണ്. ഇതൊരു മോണോപോളി ആണെങ്കിൽ തന്നെ EVM അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മികച്ചത്. അതെ അതെ. ഇപ്പം നമ്മൾ മാരുതിയുടെ ഒരു കാർ എടുത്ത് വൺസ് അത് റോഡിലേക്ക് റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും സാർ അത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്ട് ചെയ്താൽ മതി പറയും. പക്ഷേ ഡേ 1 തൊട്ട് ഞാൻ വിളിക്കുന്ന സഞ്ജു എന്ന് പറഞ്ഞ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഇപ്പോഴും ഞാൻ വിളിക്കുന്നത്. ചെറിയൊരു സാധനമാണെങ്കിൽ പോലും ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ChatGPT അല്ലെങ്കിൽ ഗൂഗിളിൽ അവൈലബിൾ ആണ്. എന്നാൽ പോലും ഒന്ന് റീകൺഫേം ചെയ്യാൻ വേണ്ടി ഇവർ വിളിക്കുന്നത്. ഇപ്പോൾ പല മേക്കേഴ്സിൻ്റെ നമ്മൾ വിളിക്കുമ്പോൾ അവർ എടുക്കാറില്ല. പക്ഷെ ഇവരൊക്കെ ആണെങ്കിൽ ഇന്നും വിളിക്കും. എടുക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ അവർ പെട്ടെന്ന് തിരിച്ചു വിളിക്കും. അപ്പോൾ നമ്മൾ കസ്റ്റമർ സർവീസിൽ ഭയങ്കര ഹാപ്പിയാണ്. കോമ്പാക്ട് സെഗ്മെൻറ്റുള്ള SUV ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു 4x4 ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻസ് അല്ല എങ്കിൽ തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ടുള്ള ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള മികച്ച ഡ്രൈവിംഗ് ഡൈനാമിക്സും ഹാൻഡ്ലിങ്ങും തരുന്ന ഫോക്സ്വാഗൻ്റെ ഒരു ജർമ്മൻ ബിൽഡ് ക്വാളിറ്റി ഉള്ള വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഫീച്ചേഴ്സുള്ള ഒരു മികച്ച വണ്ടി. അതും ഈ ഒരു ബഡ്ജറ്റ് ഒരു 13 to 20 lakhസിനുള്ളിൽ നിങ്ങളൊരു വണ്ടി നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്ന വണ്ടിയാണ് ഫോക്സ്വാഗൻ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്.